പിന്നെ ജോസ് ബ്രദറാണ് അടുത്തൊരു ടോക്ക് നൽകുന്നത്. ജോസ് നമ്മുടെ ഫുൾ ടൈമറാണ്. മുഴുവൻ സമയവും ശുശ്രൂഷ ചെയ്യാൻ ജോലി രാജിവെച്ച് 5 വർഷമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. കർത്താവ് പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകങ്ങൾ നൽകി മാനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മൾ ഈ മണിക്കൂറുകളിൽ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 42-ാം അധ്യായം 15-ാം തിരുവചനം. കർത്താവ് തൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കുന്നു. ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോഴെല്ലാം കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും. സൂചിച്ചൻ നമ്മളോട് പറഞ്ഞു, ആത്മാവിൻ്റെ ശക്തി സ്വീകരിച്ച് പാപത്തെയും ലോകത്തെയും കീഴടക്കി ക്രിസ്തുവിൻ്റെ പരിമളം പരത്തുവാൻ നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല നന്മകളും മുടിച്ചൂടി നിൽക്കുന്ന കത്തോലിക്ക തിരുസഭയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട അരീക്കാട്ടച്ചൻ നമ്മളെ ഓർമ്മപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം മുഴുവൻ കാതോർക്കുന്ന വിശുദ്ധനായ ഒരു മാർപ്പാപ്പ ഈ കാലഘട്ടത്തിൽ ISSRന്റെ ആഗോള പ്രസിഡന്റ് മിഷേൽ മൊറാൻ സെക്കൻഡ് സാറ്റർഡേ ശുശ്രൂഷയിൽ കടന്നു വന്നപ്പോൾ പറഞ്ഞു, ഞാൻ 3 മാർപ്പാപ്പമാരോടൊത്ത് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഈ മാർപ്പാപ്പയോട് കൂടി ജോലി ചെയ്യുന്നതാണ് ഏറ്റവും സന്തോഷപ്രദം. കാരണം നിരന്തരം ആത്മാവിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർപ്പാപ്പ അടുത്ത തൊട്ടടുത്ത നിമിഷം എന്താണ് പറയുന്നത്, എന്താണ് തീരുമാനമെടുക്കുന്നത് എന്ന് അറിഞ്ഞുകൂടാ. അടുത്ത ഒരു തൊട്ട നിമിഷം വേണമെങ്കിൽ പറയും, മുസ്ലിം സഹോദരങ്ങൾ 12 പേര് എൻ്റെ കൂടെ റോമിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അടുത്ത തൊട്ട നിമിഷം പറയും, എനിക്ക് ഇന്ന് ഇവിടെയുള്ള തൂപ്പുകാർക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം. അടുത്ത തൊട്ട നിമിഷം പറയും, ഇതാ സാധാരണ ജനം കുമ്പസാരക്കൊട്ടിൽ ക്യൂ ആയിട്ട് നിൽക്കുന്ന ആ ക്യൂവിൽ നിന്ന് ഈ അനുരഞ്ജന കൂദാശയിലേക്ക് എനിക്ക് പ്രവേശിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഹിതമറിഞ്ഞ് ആത്മാവിന്റെ ശക്തി അറിഞ്ഞ് ആത്മാവിന്റെ കാറ്റിനാൽ നിരന്തരം നയിക്കപ്പെടുന്ന മാർപ്പാപ്പയുടെ വാക്കുകളും മാർപ്പാപ്പയുടെ ജീവിതശൈലിയും ഈ കാലഘട്ടം മുഴുവൻ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധ ത്രിത്വത്തിലെ 3 വ്യക്തികളിൽ ഒരാൾ. എന്നാൽ ICCRന്റെ മുൻ ആഗോള പ്രസിഡന്റ് ചാൾസ് വൈദ്യട്ട് സൂചിപ്പിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുവാൻ പ്രാവ്, വെള്ളം, തീ, എണ്ണ, ഇങ്ങനെയുള്ള കാറ്റ്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്നത് കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അനുഭവങ്ങളും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചിന്തകളും അതിൽ ഒതുങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. മറ്റൊരു മേഖലയാണ്, ഞാൻ പാപിയാണ്, എനിക്ക് വിശുദ്ധിയില്ല, അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് സ്വീകരിക്കുക സാധ്യമല്ല എന്നുള്ള ചിന്തയിൽ ഞാൻ അയോഗ്യനാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്ന വ്യക്തികൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശുദ്ധി കൊണ്ട് സ്വന്തമാക്കുന്ന വ്യക്തിയല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ് നമ്മൾ പാപത്തെയും പ്രലോഭനങ്ങളെയും അതിജീവിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുറച്ചു നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവാകുന്ന വ്യക്തിയെക്കുറിച്ച് വിശുദ്ധ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒന്ന് കണ്ടുമുട്ടാൻ പോകുകയാണ്. ഒരു മനുഷ്യനായ നമുക്ക് വികാരങ്ങളുള്ളതുപോലെ വേദനകളും സന്തോഷങ്ങളും പരിഭവങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ വ്യക്തിയായ പരിശുദ്ധാത്മാവിനെ എപ്രകാരം നമുക്ക് സ്വീകരിക്കാം, എപ്രകാരം നമുക്ക് കൂടെ കൊണ്ടു നടക്കാം, ഒരടുത്ത കൂട്ടുകാരനെ പോലെ, ഒരടുത്ത കൂട്ടുകാരിയെ പോലെ എങ്ങനെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമുക്ക് ജീവിക്കാം എന്ന് നമ്മൾ കാണുകയാണ്. റോമാലേഖനം 8:27 അവിടെ വചനം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്, ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ പരിശുദ്ധാത്മാവിന്റെ ഇംഗിതം, പരിശുദ്ധാത്മാവിന്റെ മനസ്സ് ഗ്രഹിക്കുന്നു. The Holy Spirit has a mind. നമ്മൾ പറയലേ, എൻ്റെ അപ്പനൊരു മനസ്സ് വെച്ചാൽ, എൻ്റെ അമ്മയൊരു മനസ്സ് വെച്ചാൽ, എൻ്റെ ചേട്ടനൊരു മനസ്സ് വെച്ചാൽ അത് നടന്നിരിക്കും.
ഈ പള്ളിയിലെ അച്ഛൻ ഒരു തീരുമാനമെടുത്താൽ ഒന്ന് മനസ്സ് വെച്ചാൽ, നീ ഒന്ന് മനസ്സ് വെച്ചൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നടക്കും എന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഒരു ജീവിക്കുന്ന വ്യക്തിയാണ് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത തിരുവചനം 1 കൊരിന്തോസ് 12-11 തിരുവചനം. അവിടെ വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ്, തന്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിന്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം. തന്റെ ഇച്ഛയ്ക്കൊത്ത്, തന്റെ ആഗ്രഹത്തിനനുസരിച്ച്, തന്റെ ഇഷ്ടത്തിനനുസരിച്ച്. നമ്മൾ നാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട്, അപ്പൻ വിൽപത്രം എഴുതി വെച്ചപ്പോൾ അപ്പൻ മൂത്തമോക്ക് കുറച്ച് കൂടുതൽ കൊടുത്തു, ഇളയാൾക്ക് അത്ര കിട്ടിയില്ല. അപ്പന്റെ ഇഷ്ടം അങ്ങനെയാണ്. അപ്പന് ഇളയാളോടായിരുന്നു ഇഷ്ടം, അല്ലെങ്കിൽ അപ്പനെ പരിഗണിച്ചില്ല, അപ്പന്റെ ഇഷ്ടത്തിന് വിൽപത്രം. ഇതുപോലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്, തന്റെ ഇച്ഛയ്ക്കൊത്ത്, തന്റെ ആഗ്രഹത്തിനനുസരിച്ച് മക്കളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് കൃപകളും ദാനങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ചിലർക്ക് രോഗശാന്തികളുടെ മേഖലകളിൽ കൂടുതൽ കൃപകൾ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ ചിലർക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുടെ മേഖലയിലായിരിക്കാം. ഒരുപക്ഷെ ചിലർക്ക് പാടുവാനുള്ള കഴിവുകളായിരിക്കാം. അതൊക്കെ ആത്മാവിന്റെ ഇഷ്ടമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് തന്റെ ആഗ്രഹത്തിനനുസരിച്ച്, തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ ദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും റോമാലേഖനം 15-30 തിരുവചനത്തിൽ നമ്മൾ കാണുന്ന പ്രകാരമാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിന്റെയും പേരിൽ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. കണ്ടോ, ഒരു വ്യക്തിയായി പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ് എന്ന് പറയാണ്. ആർച്ച് ബിഷപ്പ് ബെർണാഡ് ലോങ്ലി പിതാവിന്റെയും സോജിയച്ചന്റെയും നേതൃത്വത്തിൽ, അല്ലെങ്കിൽ സോജിയച്ചന്റെ പേരിലും അരീക്കാട്ടച്ചന്റെ പേരിലും എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും ആത്മാവിന്റെ സ്നേഹത്തിന്റെ പേരിലും. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നിരന്തരം നമ്മളോട് സംസാരിക്കുവാൻ, നിരന്തരം നമ്മുടെ കൂടെ നടക്കുവാൻ, നമുക്ക് വലിയ സ്വാതന്ത്ര്യത്തോടെ ഇടപഴകുവാൻ സാധിക്കുന്ന ഈ വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കുമ്പോഴാണ് എൻ്റെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരുക. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നൽകും. എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ 24 മണിക്കൂറും രാത്രിയും പകലും ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും, ഡ്രൈവ് ചെയ്യുമ്പോൾ, ഡ്യൂട്ടിക്ക് പോകുമ്പോൾ, കുളിക്കുമ്പോൾ, പാചകം ചെയ്യുമ്പോൾ, വിശ്രമിക്കുമ്പോൾ, ജീവിതത്തിന്റെ 24 മണിക്കൂറും നമ്മുടെ കൂടെ നടക്കുവാൻ സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന നിത്യ സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് പറയാമോ? പോരാ, ശക്തിയോടെ, കൂടുതൽ അഭിഷേകം വേണ്ടവര് കൂടുതൽ ശക്തിയോടെ കരങ്ങളടിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9:31 ഞാൻ ഓർക്കുകയാണ്. 10 ദിവസത്തെ ധ്യാനത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പങ്കുവെച്ചു കഴിഞ്ഞപ്പോൾ അന്നൊരു വ്യക്തി പറയുകയാണ്, ആത്മാവിന്റെ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് വേദനകൾ ഉണ്ടാകുമ്പോൾ, എനിക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ, ഫോൺ എടുത്ത് അടുത്ത കൂട്ടുകാരിയെ വിളിക്കുന്നതിന് മുമ്പ്, ഫോൺ എടുത്ത് നാട്ടിലുള്ള അമ്മച്ചിയെ വിളിച്ച് ദുഃഖം പറയുന്നതിന് മുമ്പ്, ഒന്ന് ഡ്രൈവ് ചെയ്ത് അടുത്ത കൂട്ടുകാരന്റെ ഭവനത്തിൽ പോയി മനസ്സിന്റെ ഭാരങ്ങൾ ഒന്ന് ഇറക്കി വെക്കുന്നതിന് മുമ്പ് നിന്നെ ആശ്വസിപ്പിക്കുവാൻ നിന്റെ കൂടെ നടക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9:31. അതിശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്നു വികസിച്ചു. പരിശുദ്ധാത്മാവ് നൽകുന്ന സമാശ്വാസം, ആശ്വാസദായകൻ. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവിനോട് തുറന്ന് സംസാരിക്കണം. നമ്മുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണം. കണ്ണുകളുടെ ഒരു പാപത്തെ കീഴടക്കുവാൻ നിങ്ങൾ ഞെരുവിരി കൊള്ളുമ്പോൾ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ എന്നുള്ള നിലവിളി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഭാര്യയും ഭർത്താവും തമ്മിൽ ധ്യാനങ്ങൾ കൂടുന്നു, സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷൻ വരുന്നു, ഈ ഒടുക്കത്തെ അരീശമൊന്നും വിട്ടുമാറുന്നില്ല. എന്നെങ്കിലും പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിട്ടുണ്ടോ?
പരിശുദ്ധാത്മാവേ, എന്തുകൊണ്ടാണ് എൻ്റെ ഈ അരിശം മാറാത്തത്? പരിശുദ്ധാത്മാവേ, എൻ്റെ ഈ കോപസ്വഭാവത്തിന് ഒരു മാറ്റം വരുത്തുവാൻ ഞാൻ ഏത് വചനം കണ്ടുപിടിക്കണം? ഞാൻ എപ്രകാരം പ്രാർത്ഥിക്കണം? ഞാൻ എപ്രകാരം എളിമപ്പെടണം? പ്രിയപ്പെട്ടവരെ, നമ്മളെ ആശ്വസിപ്പിക്കുവാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ, സാരമില്ല സാരമില്ല എന്ന് പറഞ്ഞ്, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറഞ്ഞ് നിരന്തരം നമ്മുടെ കൂടെ നടക്കുന്ന ഈ ജീവനുള്ള ദൈവത്തിന്റെ സ്വരം, ഈ ജീവനുള്ള ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം എത്രയോ സൗന്ദര്യമുള്ളതായി മാറും. ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലൊരു കൊച്ചു കൂട്ടായ്മയിൽ പോവുകയാണ്. പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, 2 വിഷയങ്ങൾ മനസ്സിൽ വരികയാണ്, ഏത് വിഷയം പറയണം? കൺഫ്യൂഷനായി. പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, രക്തസ്രാവക്കാരിയുടെ സംഭവം. ഓക്കെ, പറയാം. ഞാൻ പറഞ്ഞു, എനിക്കൊരു അടയാളം വേണം, ഒരു അടയാളം വേണം, ഇത് പരിശുദ്ധാത്മാവാണ്. അപ്പം പറഞ്ഞു, ഒരു ബ്ലീഡിങ് ഉള്ള ഒരു വ്യക്തിക്ക് ഹീലിംഗ് കൊടുക്കുന്നു എന്ന് പറയണം. ആ കൊച്ചു കൂട്ടായ്മയാണ്, ഒരു വീട്ടിൽ നടക്കുകയാണ്. ചെന്ന് അവിടെ പ്രാർത്ഥന തുടങ്ങിയപ്പം 3 പെണ്ണുങ്ങളാണ് അവിടെ ആകെ, 2-3 പേര്. ഈ ഒരു 19 ഇത്രയും പേരുടെ മുമ്പിൽ ബ്ലീഡിങ് മാറുമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് പോകും. ഈ 2-3 പേര് ഇങ്ങനെ ഒരു മെസ്സേജ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ചു മെസ്സേജ് പറഞ്ഞു. ആ ശുശ്രൂഷയുടെ അവസാനം അതിലുള്ള ഒരു സഹോദരി പറഞ്ഞു, ആദ്യത്തെ പ്രസവം കുറേ ദിവസങ്ങളായി ആദ്യഘട്ടങ്ങളിൽ നിലയ്ക്കാത്ത ബ്ലീഡിങ്, ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചു. ആ സായാഹ്നത്തിൽ കർത്താവ് ആ മകളുടെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തു. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ അവരെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട് ചില വ്യക്തികൾ പറയുന്നത്, കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് പഠിച്ച് കറിയുണ്ടാക്കി രുചികരമായ ഭക്ഷണം പാകം ചെയ്യാൻ കഴിവുള്ള അനേക കുടുംബിനികളെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കൊച്ച് അടുത്ത വ്യക്തിയോടുന്നത് പോലെ ഇങ്ങനെ കുത്തിയിരുന്ന പരിശുദ്ധാത്മാവിനോട് തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും പങ്കുവെക്കുന്ന വ്യക്തികൾ നവീകരണ ജീവിതത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഹെബ്രായ ലേഖനം 3-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ. നമ്മൾ കേട്ടിട്ടുണ്ട്, ഒട്ടായലച്ചൻ പറയുന്നത് പോലെ, അല്ലെങ്കിൽ പിതാക്കന്മാർ പറയുന്നത് പോലെ, സഭ പറയുന്നത് പോലെ. ഇവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ, പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ. 1 തിമോത്തി 4:1 ദൈവത്തിന്റെ വചനം, വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് നമ്മളോട് നേരിട്ട് സംസാരിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവിന് തിരുവചനങ്ങളിലൂടെ സംസാരിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവിന് കൃപാദാനങ്ങളിലൂടെ സംസാരിക്കാൻ സാധിക്കും. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ സ്വന്തമായിട്ട് മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേദന ഉണ്ടാകാറുണ്ട്, അല്ലേ? നമുക്ക് പരിഭവങ്ങൾ ഉണ്ടാകാറുണ്ട്, ദുഃഖങ്ങൾ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് പരാതികളുണ്ട്. ഈ പരിശുദ്ധാത്മാവാകുന്ന വ്യക്തിയെ കുറിച്ച് അതിമനോഹരമായി ദൈവത്തിന്റെ വചനം പറയുകയാണ്. എഫേസ്യസ് 4:30, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. നമുക്ക് നല്ല എളുപ്പമാണ് വേദനിപ്പിക്കരുത്. കാരണം പരിശുദ്ധാത്മാവ് പ്രാവായിട്ടൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കുമല്ലേ, ഇടയ്ക്കൊരു കാറ്റായിട്ടൊക്കെ വരുള്ളൂ. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്നതിൻ്റെ അർത്ഥം പങ്കാളിനെ വേദനിപ്പിക്കരുത്, മക്കളെ വേദനിപ്പിക്കരുത്, അപ്പനെ വേദനിപ്പിക്കരുത്, കൂട്ടുകാരെ വേദനിപ്പിക്കരുത്. കാരണം എല്ലാ വ്യക്തിയിലും പരിശുദ്ധാത്മാവാകുന്ന ഈ വ്യക്തി ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇനി ഒന്നും കൂടെ പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കും. ഭാര്യാഭർത്താക്കന്മാർ അടുത്തിരിക്കുന്നവർ നല്ല ഒന്ന് അമക്കി പറയും. ഈ പെന്തക്കോസ്തയിൽ വലിയ മാറ്റങ്ങൾ, വലിയ അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ നൽകി അനുഗ്രഹിക്കുകയാണ്. ഹെബ്രായ ലേഖനം 10:29 ദൈവത്തിന്റെ ശക്തമായ വചനം, ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കും. പരിശുദ്ധാത്മാവിനെ അപമാനിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ പറയും, എന്നെ ആ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടതാണ്, ആ മാമോദിസ വിളിച്ച വിളി ശരിയായിട്ടില്ല.
ഇത്രമാത്രം അപമാനം എൻ്റെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിയും നൽകിയിട്ടില്ല. മാനുഷികമായി നമ്മൾ അപമാനങ്ങളുടെയും നിന്ദനങ്ങളുടെയും ഭാരങ്ങളുടെയും വേദന പറയുമ്പോൾ ദൈവത്തിൻ്റെ ജീവദായകമായ വചനം പറയുകയാണ്, മകനെ മകളെ, നിന്റെ ജീവിതത്തിന്റെ പ്രവൃത്തികൾ വഴി, നിന്റെ ജീവിതത്തിന്റെ മനോഭാവങ്ങൾ വഴി പരിശുദ്ധാത്മാവിനെ ഒന്നുകിൽ നിനക്ക് ആദരിക്കുവാൻ, ബഹുമാനിക്കുവാൻ, അതല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അധിക്ഷേപിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ അപമാനിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ പുച്ഛിച്ചു തള്ളുവാൻ നിനക്ക് സാധിക്കും. ഇന്ന് ഈ മണിക്കൂറുകളിൽ ഞാൻ എൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ പറയുകയാണ്, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, അങ്ങയെ വേദനിപ്പിച്ച, അങ്ങയുടെ സ്വരം കേൾക്കാതിരുന്ന നാളുകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നു മുതൽ അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയെ ബഹുമാനിക്കുവാൻ, അങ്ങയെ ആദരിക്കുവാൻ, അങ്ങയെ എൻ്റെ ജീവിതത്തിന്റെ സന്തത സഹചാരിയായി സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തീരുമാനമെടുത്താൽ ഈ പെന്തക്കോസ്ത് നാളത്തെ ഒരൊറ്റ ദിവസം മാത്രമല്ല, ജീവിതം മുഴുവൻ. ജെന്നി ബേക്കർ പറഞ്ഞതുപോലെ 20 വർഷങ്ങൾ കഴിഞ്ഞു, ഇന്നും ക്രിസ്തുവിന്റെ സ്നേഹം അവളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു, ഇന്നും ക്രിസ്തുവിന്റെ സ്നേഹം അവളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന് ജീവിതം വിട്ടുകൊടുക്കുവാൻ, യേശുവിന് തന്റെ ജീവിതത്തെയും കഴിവുകളെയും സമർപ്പിക്കുവാൻ ആ അത്ഭുതത്തിന്റെ ശക്തി ഇന്ന് ഇവിടെ സംഭവിക്കും. കഴിഞ്ഞ ദിവസം സോജിച്ചിനോടുകൂടി അയർലൻഡിൽ പോയപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞ് പെട്ടെന്ന് ഓർക്കുകയാണ്, അദ്ദേഹത്തിന് കുട്ടി നിർത്തണമെന്നുണ്ട്, പുകവലി ശീലം നിർത്തണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പോൾ തീരുമാനമെടുക്കുക. അപ്പോൾ പറഞ്ഞു, ഇനി കുറച്ച് കഴിഞ്ഞ് ഞാൻ വീണു പോയാലോ? അതാണ് എനിക്ക് പ്രശ്നം. നമ്മളെ പലരും സാത്താൻ കുടുക്കിയിടുന്നതാണ്. ഞാൻ ഇന്ന് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ, പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ ഒരു തീരുമാനമെടുത്തിട്ട് അത് നടപ്പിൽ വന്നില്ലെങ്കിൽ ദൈവത്തിന് മോശമല്ലേ? പരിശുദ്ധാത്മാവിന് നാണക്കേടല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, തീരുമാനം ആഗ്രഹമെടുക്കാൻ മാത്രമാണ് നമുക്ക് സാധിക്കുക. അത് നടപ്പിൽ വരുത്തേണ്ടത്, അതൊരു കൃപയായി നൽകേണ്ടത്, അതൊരു സൗഖ്യമായി നൽകേണ്ടത്, അതൊരു അഭിഷേകമായി നൽകേണ്ടത്, അത് ഒരു അത്ഭുതമായി തരേണ്ടത് ദൈവമാണ്, പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്, ഓ പരിശുദ്ധാത്മാവേ, എനിക്ക് ഈ പാപത്തെ തോൽപ്പിക്കണം. ഓ പരിശുദ്ധാത്മാവേ, ഈ ദുസ്വഭാവത്തെ എനിക്ക് മറികടക്കണം. ഓ പരിശുദ്ധാത്മാവേ, എനിക്ക് അല്പം കൂടി പ്രാർത്ഥിക്കുവാൻ സാധിക്കണം, എനിക്ക് കൂടെ കൂടെ കുമ്പസാരിക്കുവാൻ സാധിക്കണം, എല്ലാ തിന്മകളിൽ നിന്നും എനിക്ക് അകന്നു നിൽക്കണമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഇന്ന് തീരുമാനമെടുക്കുന്ന വ്യക്തിയുടെ മേൽ സ്വർഗം തന്റെ കരങ്ങൾ ചേർത്ത് വയ്ക്കും. വരും നാളുകളിൽ ചിലപ്പോഴൊക്കെ നിങ്ങൾ വീണുപോകാം, ചിലപ്പോഴൊക്കെ പതറിപ്പോകാം. പക്ഷേ 2016 വ്യക്തിയായിരിക്കില്ല 2017, 2017 വ്യക്തിയായിരിക്കില്ല 2018. ഓരോ വർഷം കഴിയുമ്പോഴും പല പല പാപങ്ങളുടെ മേൽ ചവിട്ടി നടക്കുന്ന അഭിഷേകം. ഓരോ വർഷം കഴിയും തോറും സ്വഭാവത്തിന് കുറേ ഏറെ വ്യത്യാസങ്ങൾ. ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് തായ്തണ്ടിനോടൊട്ടിച്ചേർന്ന് ക്രിസ്തുവിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ചിന്തകളെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ സ്വഭാവങ്ങളെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ആ പ്രവൃത്തി ചെയ്യും. ഹല്ലേലൂയ. എത്ര പേര് സത്യസന്ധമായി ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ആഴത്തിലുള്ളൊരു മാറ്റമുണ്ടാകണം? ചില മേഖലകൾ പരിശുദ്ധാത്മാവെ അങ്ങ് ഇടപെട്ടേ തീരൂ, അങ്ങ് ഇടപെടണം. ഞാനിതാ ദാസൻ ദാസി എന്ന് പറഞ്ഞ പോലെ എൻ്റെ ജീവിതം, എനിക്ക് സംശയമുണ്ട്, അസ്വസ്ഥതയുണ്ട്, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു, അതിന് വില കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ്. ബഹുമാനപ്പെട്ട അരിക്കാട്ടച്ചൻ പറഞ്ഞു, ഇന്ന് രാവിലെ ചോദിച്ചു, നൊവേന ചൊല്ലി ഒരുങ്ങി കുറേ പേര് കൈയുയർത്തി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ദിവസങ്ങളിൽ നൊവേന ചൊല്ലാൻ എനിക്ക് സമയം കിട്ടില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്തു, എനിക്ക് സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ പെന്തക്കോസ്തയുടെ ഒരുക്കത്തിന് വേണ്ടി കുറച്ച് മാസങ്ങൾക്ക് വേണ്ടി ഇലക്ഷൻ ടൈമൊക്കെയാണ്, ഞാൻ പത്രവായന കംപ്ലീറ്റ് വേണ്ടെന്ന് വെച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇംഗ്ലണ്ട് ക്രിക്കറ്റിൽ തോറ്റ അവസാനത്തെ ഓവർ കാണുമെന്ന് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ആ ഓവർ എങ്ങനെയാ 4 സിക്സർ അടിച്ചെന്നൊക്കെ കേട്ടു. പക്ഷെ ഞാൻ അതൊന്ന് വേണ്ടെന്ന് വെച്ചു. ഒരു ചെറിയ ഒരു ആശയടക്കം, ചെറിയൊരു സമർപ്പണം, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കാൻ, ക്രിസ്തുവിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ, പ്രാർത്ഥനാ ജീവിതത്തെ അല്പം കൂടി ബലപ്പെടുത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് വലിയ കൃപ നൽകും. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന് കരങ്ങൾ ഉയർത്താമോ? എന്നിട്ട് നന്നായിട്ടൊന്ന് സ്തുതിക്കാമോ? ഈ നിമിഷം തന്നെ ഒരു വലിയൊരു അഗ്നി നമ്മുടെ മേൽ കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഗ്രഹത്തോടെ സ്തുതിക്കട്ടെ. സാധിക്കുമെങ്കിൽ കണ്ണുകൾ അടച്ച് സ്വരമുയർത്തി, സ്വരമുയർത്തി, സ്വരമുയർത്തി. പരിശുദ്ധാത്മാവേ, സ്വർഗത്തിന്റെ ഒരു പ്രവൃത്തി എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ബലഹീനതയിൽ,
ഈ നിമിഷം അങ്ങ് ചെയ്യണമേ. ഹല 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 ഹല. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ, യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതികൾ ഉയരട്ടെ. വ്യക്തി ജീവിതങ്ങളിലേക്ക് സ്വർഗത്തിന്റെ അത്യുന്നത ശക്തി ഇറങ്ങി വരുന്നു. ദുർപീഡകൾ വിട്ടുപോകുന്നു. തീരുമാനങ്ങളെ യേശു തന്റെ പരിശുദ്ധ രക്തം കൊണ്ട് സീൽ ചെയ്യുന്ന നിമിഷങ്ങൾ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:51 പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്. ഈ പരിശുദ്ധാത്മാവിനെതിരെ നിരന്തരം നിങ്ങൾ മല്ലടിക്കുന്നു, നിരന്തരം മല്ലടിക്കുന്നു. നമുക്കറിയാം, എനിക്ക് 3 കുട്ടികളുണ്ട്. കുട്ടികളുള്ളവർക്കറിയാം, നമ്മൾ ചില കാര്യങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയും, എത്ര പ്രാവശ്യമാണ് നിന്നോട് പറഞ്ഞു, എത്ര പ്രാവശ്യം പഠിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോക്കൽ ഗെയിം നിർത്താൻ പറഞ്ഞത്, പിന്നീട് അനുസരണയില്ല. നമുക്ക് ഈ കുട്ടികളുടെ മല്ലടിപ്പ് കാണുമ്പോൾ നമുക്കൊരു ദേഷ്യം വരും. ദൈവം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, എനിക്കെതിരെ നീയും മല്ലടിക്കുന്നുണ്ട്. എത്രയോ ധ്യാനങ്ങൾ നീ കൂടി, എത്രയോ പ്രാർത്ഥനകൾ നീ കൂടി, എത്രയോ സാക്ഷ്യങ്ങൾ നീ കേട്ടു. എന്തുകൊണ്ട് ഇനിയും നീ എനിക്കെതിരെ, എൻ്റെ പ്രചോദനങ്ങൾക്കെതിരെ, എൻ്റെ ഉന്നതമായ വിളിക്കെതിരെ നീ ഇങ്ങനെ മല്ലടിച്ചു കൊണ്ടിരിക്കുന്നു? നിന്റെ ശ്രദ്ധ സ്വർഗത്തിലേക്ക് ഉയരാതെ എന്തിന് ലോകത്തിലേക്കും അയൽപ്പക്കങ്ങളിലേക്കും ലോകമോഹങ്ങളിലേക്കും മരണം നൽകുന്ന ക്ഷണിക സുഖങ്ങളിലേക്കും നിബന്ധിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുകയാണ്. നിരന്തരം പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:3 അനന്യാസിന്റെ സഫീറയുടെയും സംഭവത്തിൽ പത്രോസ്ലീഹ പറയുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാൻ നിനക്ക് സാധിച്ചത്? എന്നെ വഞ്ചിച്ചു എന്നല്ല ചോദിക്കുന്നത്, സഭയെ വഞ്ചിച്ചു എന്നല്ല ചോദിക്കുന്നത്. എങ്ങനെയാണ് തുകയുടെ ഒരു അംശം മാറ്റി പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചത്? കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട്, നമ്മുടെ നുണ പറയുന്ന സ്വഭാവങ്ങൾ കൊണ്ട്, നമ്മുടെ ലോകത്തോടുള്ള മൈത്രി കൊണ്ട്, നമ്മുടെ കപട ജീവിതം കൊണ്ട്, പള്ളിയിലൊരു ജീവിതം, സമൂഹത്തിൽ മറ്റൊരു ജീവിതം, കുട്ടികളുടെ മുമ്പിൽ മറ്റൊരു ജീവിതം, ഈ കപട ജീവിതത്തെ ഓർത്ത്, ഈ വഞ്ചനയെ ഓർത്ത് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമ്മളൊന്ന് ചേർന്ന് ഉള്ളുരുകി കരയുമ്പോൾ, ദൈവത്തിന്റെ തിരുസന്നിധിയിൽ യേശുവിന്റെ കരുണയ്ക്ക് വേണ്ടി ഈ കരുണയുടെ വർഷത്തിൽ നമ്മളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അച്ഛൻ പറഞ്ഞതുപോലെ പാപമറിയാത്തവനെ ദൈവം പാപമാക്കി മാറ്റിക്കൊണ്ട് അവന്റെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ, അവന്റെ നിഷ്കളങ്ക രക്തത്തിന്റെ യോഗ്യതയിൽ, അവന്റെ ജീവനുള്ള രക്തത്തിന്റെ യോഗ്യതയിൽ, പുതിയ ഉടമ്പടിയുടെ രക്തത്തിന്റെ യോഗ്യതയിൽ നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ കഴുകി 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 ഈശോ തനിക്ക് ഇഷ്ടമുള്ള പാത്രങ്ങളാക്കി മാറ്റും. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവുമായി നമുക്കൊരു കൂട്ടായ്മയുണ്ടാകണം. ഈ പരിശുദ്ധാത്മാവുമായി നമുക്കൊരു സഹവാസം ഉണ്ടാകണം. ഈ പരിശുദ്ധാത്മാവുമായിട്ടുള്ള അഭേദ്യമായൊരു ബന്ധം, ദ ഫെലോഷിപ്പ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, the partnership with the Holy Spirit, intimacy with the Holy Spirit. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 15:28 നമ്മുടെ ചങ്കിനോട് ചേർത്ത് വയ്ക്കേണ്ട ഒരു തിരുവചനമാണ്. അപ്പോസ്തലന്മാര് പറയുകയാണ്, പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും തോന്നി. വലിയ കൂട്ടായ്മയാണ്. കൂട്ടുകാർ പറയും, എൻ്റെ കൂട്ടുകാരന് അവിടെ പോകാൻ ഇഷ്ടം, ഞാൻ അവൻ്റെ കൂടെ പോയി. ഭാര്യയ്ക്ക് ഭർത്താവിന് ആ കറിയാണ് ഇഷ്ടം, അത് അപ്പൻ അതാണ് ഇഷ്ടം, അതുകൊണ്ട് നാട്ടിൽ പോയപ്പോൾ ഇന്ന ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു. മക്കൾക്ക് ഇതാണ് ഇഷ്ടം, അത് വാങ്ങിച്ചു കൊടുത്തു. വലിയ കൂട്ടായ്മയാണ്. പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ, നമ്മൾ എടുക്കുന്ന ചുവടുവയ്പ്പുകളിൽ, നമ്മുടെ ചിന്തകളിൽ പരിശുദ്ധാത്മാവിനും എനിക്കും തോന്നി എന്ന് പറയാൻ തക്കവണ്ണമുള്ള ഒരു വളർച്ചയുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ കൃപകൾ കടന്നു വരും. ഞാൻ ഓർക്കുകയാണ്, ബഹ്റൈനിൽ വെച്ച് ആദ്യത്തെ മോളുണ്ടാകുമ്പോൾ ഒരു പെൺകുട്ടിക്ക് കാതുകുത്തേണ്ടത് വലിയ കാര്യമൊന്നുമല്ല. ആദ്യം ഞങ്ങൾ ഓർത്തു അതൊക്കെ നിസ്സാരമായി. പിന്നെ ഞങ്ങൾക്ക് ആത്മാവ് പ്രചോദനം തന്നു. കൂട്ടായ്മയിലൂടെ, കൊച്ചു കൂട്ടായ്മയുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനോട് നിരന്തരം ആലോചന ചോദിക്കുക, പരിശുദ്ധാത്മാവേ, മോൾക്ക് കാത് കുത്തണമോ വേണ്ടയോ? ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അന്നാദ്യമായിട്ടാണ് എൻ്റെ ജീവിത പങ്കാളിക്ക് ദർശനപരം പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്യുന്നത്. UK 2005 കടന്നു വന്നപ്പോൾ പുതിയ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കണം. തൊട്ടടുത്ത് ഞങ്ങൾ പള്ളിയിൽ പോകുന്നതിൻ്റെ തൊട്ടപ്പുറം ഒരു കടയുണ്ട്. അതല്ലെങ്കിൽ ഇവിടുത്തെ മെയിൻ കടകളുണ്ട്. ഏത് കടയിൽ നിന്ന്
ഫ്രിഡ്ജ് വാങ്ങിക്കണം. ആ ദിവസങ്ങളിൽ ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ബുദ്ധിയെ അടിയറ വെച്ച് തൊട്ടടുത്ത കടയിൽ പോയി ഫ്രിഡ്ജ് വാങ്ങിച്ചു. അവർ അതിമനോഹരമായി കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. ഞാനും റജിയും കൂടെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു ടൗണിൽ പോകുമ്പോൾ അതേ മോഡലുള്ള, അതേ വലിപ്പമുള്ള അതേ ഫ്രിഡ്ജ് വലിയ ലാഭത്തിൽ, വലിയ നന്മയിൽ ദൈവം നൽകിയത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിച്ചു. എത്രയോ വർഷങ്ങൾ അതിമനോഹരമായി. പ്രിയപ്പെട്ടവരെ, ഒരു ഭൗതികമായ കാര്യം പറയുകയല്ല, നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും ആത്മാവിനെ ക്ഷണിച്ച്, ആത്മാവിനോട് ആലോചന ചോദിച്ച്, പരിശുദ്ധാത്മാവിനും എനിക്കും തോന്നി, എനിക്കും എൻ്റെ കുടുംബത്തിനും തോന്നി എന്ന് പറയാൻ തക്കവണ്ണം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്വർഗം ആ തീരുമാനങ്ങളുടെ മേൽ കരങ്ങളടിക്കും. സ്വർഗം ആ തീരുമാനങ്ങളുടെ മേൽ തന്റെ കൃപയൊഴുക്കും. സ്വർഗം ആ തീരുമാനങ്ങളുടെ മേൽ തന്റെ സൗഖ്യത്തിന്റെ ശക്തി നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ 2 കൊരിന്തോസ് 18:3 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും. സഹവസിക്കുന്നവൻ എൻ്റെ കുടുംബത്തിലെ എല്ലാ റൂമിലും, എൻ്റെ ദാമ്പത്യ ധർമ്മത്തിന്റെ നിമിഷങ്ങളിൽ, ഞാൻ അടുക്കളയിലായിരിക്കുമ്പോൾ, ഞാൻ പ്രഭാതത്തിൽ കുട്ടികളെ ഒരുക്കുവാൻ തിരക്കേറിയ നിമിഷങ്ങളിൽ, എനിക്ക് പിരിമുറക്കം വരുന്ന നിമിഷങ്ങളിൽ, എൻ്റെ ലിവിംഗ് റൂമിൽ, എൻ്റെ ഗസ്റ്റ് റൂമിൽ, എല്ലാ റൂമുകളിലും പരിശുദ്ധാത്മാവിന് കയറിയിറങ്ങി നടക്കാൻ അനുഗ്രഹവും പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യവും നൽകുവാൻ നമുക്ക് സാധിച്ചാൽ, സോജിയച്ചൻ പറഞ്ഞതുപോലെ പറന്ന് പറന്നകലേക്ക് പോകാതെ എൻ്റെ കുടുംബത്തിൽ തന്നെ അട്ടയിരിക്കുന്ന എൻ്റെ ഓരോ റൂമുകളിലും, എൻ്റെ കമ്പ്യൂട്ടറുകളിൽ, എൻ്റെ മീഡിയകളിൽ, എൻ്റെ മൊബൈൽ ഫോണുകളിൽ എല്ലാം പരിശുദ്ധാത്മാവിന് അടയിരിക്കുവാൻ ഉള്ള ഒരു സ്വാതന്ത്ര്യം, അപ്രകാരമുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം മറ്റുള്ളവർക്ക് അത്ഭുതമായി മാറും. നമ്മുടെ ജീവിതങ്ങളിലൂടെ ക്രിസ്തുവിന്റെ ശക്തി വെളിപ്പെടും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചാളയുടെയോ മത്തിയുടെയോ അയലയുടെ മീനിന്റെ ഉളുമ്പുള്ള ഒരു പാപപ്പെട്ട മുക്കവൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞു കവിഞ്ഞപ്പോൾ ആ മീനിന്റെ ഉളുമ്പു മണമുള്ള അവൻ തെരുവീഥികളിലൂടെ നടക്കുമ്പോൾ അവന്റെ നിഴലടി കടന്നു ചെന്നപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അതാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേരളത്തിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ, പെരുവണ്ണാമഴി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ കുറച്ച് സഹോദരങ്ങൾ ഒന്ന് ചേർന്ന് ഒരു കൊച്ചു കൊട്ടുവായ്മയിൽ പരിശുദ്ധാത്മാവിനോട് ഉത്തരം ചോദിച്ച് പരിശുദ്ധാത്മാവിന് തങ്ങളുടെ ജീവിതം അടിയറ വെച്ചപ്പോൾ ഇന്ന് ശലോം വേൾഡ് എന്ന് പറയുന്ന ഒരു അത്ഭുതത്തെ നമ്മൾ മുന്നിൽ കാണുകയാണ്. കേരളത്തിന്റെ നവീകരണത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട എത്രയോ സംഭവങ്ങൾ. കുറുപ്പന്തറയിലെ കള്ള് ഷാപ്പിനെ ഒരു പ്രാർത്ഥനാലയമാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സാധിച്ചില്ലേ? ആർമണ്ടച്ചൻ, പള്ളിക്കുന്നേലച്ചൻ, വർക്കിയച്ചൻ, തുരുത്തിമറ്റച്ചൻ, പരിശുദ്ധാത്മാവിന്റെ കൂടെ നടന്ന എത്രയോ ജീവിതങ്ങൾ കടന്നുപോയി. പരിശുദ്ധാത്മാവിൽ നിരന്തരം വഴി നടത്തപ്പെടുന്ന എത്രയോ ധന്യരായ വ്യക്തിത്വങ്ങൾ നമുക്ക് ചുറ്റും നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12:6 ദൈവത്തിന്റെ വചനം പറയുകയാണ്, പീലാത്തോസ് ഹെരോദോസ് പരസ്യ വിചാരണ ചെയ്യുന്നതിന്റെ തലേ രാത്രി പത്രോസ് ലീഗ ഇരുചങ്ങലകളിൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. ഹല്ലേലൂയ. ഇതാണ് സ്വർഗത്തിന്റെ ശക്തി. നമ്മുടെ പ്രിയപ്പെട്ട ടോമച്ചന് ആ കൃപ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2 പടയാളികളുടെ മധ്യേ ഇരുചങ്ങലകളിൽ ബന്ധിതനായി കൂർക്കം വലിച്ചുറങ്ങുന്ന പത്രോസ് ലീഗ തന്റെ ജീവിതത്തെ ആത്മാവിന് അടിയറ വെച്ച പത്രോസ് ലീഗയ്ക്ക് അറിയാം, എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാമോ? ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14:8 മുതലുള്ള തിരുവചനങ്ങളിൽ പൗലോസ് ലീഗയെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. അവൻ മരിച്ചുപോയി എന്ന് വിചാരിച്ച് അവര് നഗരത്തിന് വെളിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. പട്ടിയെയും പൂച്ചയും തല്ലിക്കൊന്നിട്ട് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് പോലെ ഈ മനുഷ്യനെ കൊണ്ട് നഗരത്തിന് വെളിയിലെറിഞ്ഞു. അവിടെയായിരിക്കണം പൗലോസ് ലീഗ 3ാം സ്വർഗത്തിലേക്ക് ഉയർക്കപ്പെട്ടത്. അതിന്റെ സൗന്ദര്യം കണ്ട പൗലോസ് ലീഗ തലയൊക്കെ എണീറ്റ് നിന്ന് ശരീരത്തിനൊന്നും നിൽക്കാൻ നിവൃത്തിയില്ല. വെച്ച് വീണ്ടും ആ നഗരത്തിലേക്ക് കടന്നു ചെന്നിട്ട് ജീവിക്കുന്ന കർത്താവിനെ കുറിച്ച്, ജീവൻ നൽകുന്ന കർത്താവിനെ കുറിച്ച്, നിത്യതയുടെ സന്തോഷത്തെ കുറിച്ച് സധൈര്യം പ്രഘോഷിക്കുകയാണ്. ഇതാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജീവിതം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു, ബ്രദറെ, ഞാൻ സീരിയലിന് അടിമപ്പെട്ട വ്യക്തിയായിരുന്നു, ലോകത്തോട് ചായ്വുണ്ടായിരുന്നു. ഒരു നടുവേദന വന്നപ്പോഴാണ് ഡിവൈനിൽ 2 ആഴ്ച അടുപ്പിച്ച് ധ്യാനം കൂടി. ശാരീരിക സൗഖ്യം എനിക്ക് ലഭിച്ചില്ല, പക്ഷേ എൻ്റെ ആത്മീയ കാഴ്ചപ്പാടിനെ കർത്താവ് എടുത്തു മാറ്റി. ഇന്ന് ആ നടുവേദന മാറല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതിലൂടെയാണ് എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞത്. എനിക്ക് എൻ്റെ നടുവേദന ഇവിടെ ഇരുന്നോട്ടെ, ഈ ജീവിക്കുന്ന കർത്താവിനോടുള്ള നിരന്തരമായൊരു സ്നേഹം, ഈ പരിശുദ്ധാത്മാവിനോടുള്ള നിരന്തരമായൊരു സംസാരം മാത്രം എൻ്റെ ജീവിതത്തിന് മതി. ഹല്ലേലൂയ. യാക്കോബ് ശ്ലീഹ 4:5 പറയുകയാണ്, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ ആത്മാവിനെ ദൈവം എത്ര അസൂയയോടാണ് അഭിലേഷിക്കുന്നത്. നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കൾ, സൗന്ദര്യമുള്ളവർ, കൃപയുള്ളവർ, അവരെ നമ്മൾ എത്രമാത്രം കരുതലാണ്. നമ്മുടെ പങ്കാളിനെ മറ്റാരും തട്ടിക്കൊണ്ടുപോകാൻ നമ്മൾ അനുവദിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിപഴിച്ചു പോകാൻ, തിന്മയിലേക്ക് പോകാൻ നമ്മൾ അനുവദിക്കും. എൻ്റെ കുഞ്ഞാണ്, എത്ര കരുതലാണ്, എത്ര വ്യഗ്രതയാണ്. ദൈവം പറയാണ്, നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം ഇതുപോലെ അസൂയയോടെ അഭിലഷിക്കുകയാണ്. നമ്മൾ അഭിലഷിക്കണം. എന്നിൽ വസിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനോട് നിരന്തരം സംസാരിക്കാൻ, ഈ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാൻ, ഈ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതിരിക്കാൻ, ഈ പരിശുദ്ധാത്മാവിനെ അപമാനിക്കാതിരിക്കാൻ, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൃപയും എൻ്റെ ജീവിതത്തിൽ പ്രഘോഷിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. നമുക്ക് എണീറ്റിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കണം. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിലും നിറയണമേ എന്നുള്ള ഈരടികൾ പാടി പ്രാർത്ഥിക്കുമ്പോൾ അനുദിന ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ജീവിക്കുന്ന ദൈവത്തെ, പരിശുദ്ധാത്മാവിനെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക. പുതിയ തീരുമാനങ്ങൾ എടുക്കുക. പരിശുദ്ധാത്മാവെ അങ്ങേ അനുസരിക്കുവാൻ, ഏറ്റവും അടുത്ത കൂട്ടുകാരനായി എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ അത്ഭുതകരമായ ശക്തിയും കൃപയും എൻ്റെ ജീവിതത്തിൽ നൽകണമേ. 1-2 കരങ്ങളും ഉയർത്തി വലിയ സ്നേഹത്തോടെ ഒന്ന് ശക്തമായിട്ടൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. അല്പം കൂടി സ്വരമുയർത്തി ഇടതും വലതും നിൽക്കുന്നവരെ മൈൻഡ് ചെയ്യണ്ട. സ്വരമുയർത്തി ആത്മാവിന് നമ്മുടെ ജീവിതത്തെ അടിയറ വെച്ച് ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുകയാണ്. റോമ 5:5 ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നു. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ കരച്ചിലുകളെ നിങ്ങൾ തടയരുത്, അത് പുറത്തേക്ക് വരട്ടെ. സ്വർഗ്ഗം തുറക്കപ്പെടുന്നു, അഗ്നി വർഷിക്കപ്പെടുന്നു. സ്നേഹന്മാരിൽ the mighty Holy Spirit, we adore you, we worship you, we surrender our life to you. Come Holy Spirit, we need a fire, we need an anointing, we need a touch. ഇടതും വലതുമുള്ള സഹോദരങ്ങളുടെ കരങ്ങൾ കോർത്തു പിടിച്ച് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. വലിയ സ്നേഹം, വലിയ കൂട്ടായ്മ, വലിയ ഐക്യം കുടുംബങ്ങളിൽ,
ദേശങ്ങളിൽ, കൂട്ടായ്മകളിൽ സ്നേഹന്മാരിൽ നിറഞ്ഞവോ ശക്തിയേകി നയിക്കേണേ. ആഗ്രഹിച്ച് വിളിക്കുന്നു. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കേണേ. സ്വാതന്ത്ര്യത്തോടെ ഭാഷാവനത്തിൽ ഒന്ന് ചേർന്ന് സ്തുതിക്കുന്നു. തീമഴ പോലെ, തീമഴ പോലെ, തീക്കാറ്റ് പോലെ റൂഹായുടെ സാന്നിധ്യം, റൂഹായുടെ അഭിഷേകം, സ്വർഗത്തിന്റെ കാറ്റേ, സ്വർഗത്തിന്റെ കനലേ, കൃപയായി, ശക്തിയായി, കൃപയുടെ വാതിലുകൾ, സൗഖ്യത്തിന്റെ വാതിലുകൾ, അഭിഷേകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു യേശുനാമത്തിൽ. സഭയിൽ പുതിയ വസന്തം, യൂറോപ്പിൽ പുതിയ വസന്തം, ഇംഗ്ലണ്ടിൽ പുതിയ വസന്തം, യൂറോപ്പിന്റെ മേൽ, സ്കൂളുകളുടെ മേൽ, രാജ്യങ്ങളുടെ മേൽ ആത്മാവിന്റെ വലിയ ചലനങ്ങൾ. Let the divine fire burn each one of you in a special way. Receive the fire. The fire, the glory, the glory, let the glory come down. Let the glory, Holy Spirit, we love you, Holy Spirit. We adore you, Holy Spirit. We worship you, Holy Spirit. ശാന്തമായിട്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുക. We are going to enter into the Eucharistic adoration. The living Lord, the living Holy Spirit once again will come to our life. He will transform everything. The book of Genesis, in the beginning there was disorder, there was emptiness, there was darkness. But when the Holy Spirit came, the order took place. When the Holy Spirit came, the light has come. When the Holy Spirit came, emptiness gone. We are going to meet the Lord in a special way. Surrender our life to the Holy Spirit. Here I am, Lord, your servant, your son, your daughter. Come into my life. Change my life. Transform my life.
Use my life for your glory. Keep on praying. Keep on praying. The greater miracles going to happen in this time. The mighty deliverance may take place in this hour. The literal power of the Holy Spirit will come to your body in a specific way. Some of you receive it in an electric shock like that. The particular touch will change your entire life. The heaven will open. You may be able to see Mother Mary, the holy angels and saints. The greater light, the light will transform every darkness. Ask again and again to receive the Holy Spirit. Ask without ceasing. Pray without ceasing. Knock without ceasing. The Holy Spirit wants to use each one of you in a special way. The Holy Spirit is ready to activate in this group right now. He's here. He's here. If you can say, here I am, come to me. It is done. It is done.